That's your friend? Yeah. But they are doing like a pro. How come? They learn right now? Might be. Hồi Huynh, Hồi Huynh, Hồi Huynh, Hồi Huynh. ഹായ് ഓൾ, വെൽക്കം ടു എപ്പിസോഡ് 3. സോ നമ്മൾ ഹാലോങ് ബേ എത്താറായി കേട്ടോ. അത് ഹാലോങ് ബേ എത്തുന്നതിന് മുന്നുള്ള കുറച്ച് കെട്ടിടങ്ങളാണ് കേട്ടോ. കാരണം അതൊരു വേൾഡ് ടൂറിസ്റ്റ് സ്പോട്ടായ കാരണം തൊട്ടടുത്ത് കുറേ ടൂറിസ്റ്റ് വില്ലാസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ബോട്ട് ജെട്ടി പോലൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ. പക്ഷേ ബോട്ടിന് പകരം ഇവിടെ യാച്ചാണെന്ന് മാത്രം. സിമിലർ ലൈക്ക് കപ്പലിൻ്റെ പോലുള്ള ഒരു സംഭവമാണ് യാച്ച് കേട്ടോ. കുറച്ചും കൂടെ ഒരു മോഡിഫൈഡ് വേർഷൻ, ബോട്ടും അല്ല കപ്പലല്ലാത്തൊരു വേർഷനാണ് യാച്ച്. അപ്പോൾ ഇത് കുറച്ച് ലക്ഷറിയസ് ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് അതിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ബിജോവും ഇതിന് ഓൾറെഡി അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കാണാനുള്ള കാഴ്ചകൾ. ഇന്ന് നമ്മുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൽ ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറിനേഴ്സ് ഉണ്ട്, പിന്നെ വേറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ യാച്ച് നിർത്തിയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ യാച്ച് ഇങ്ങനെ നിരത്തിയെടുത്തിട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ നേരെ നിർത്തിയിട്ടിരിക്കുകയാണ്. സൗണ്ടുള്ള കരകൗശല വസ്തുക്കളാണ് കേട്ടോ. കരകൗശല വസ്തുക്കൾ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇനി ഇതുപോലെ കാണിക്കൂ സത്യമായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും. സത്യമായിട്ടും കാണിക്കൂല, നിരത്തിയെടുത്തിട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ നേരെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മൾ ആലപ്പി പോണ ടൈമിൽ അവിടെ ഹൗസ് ബോട്ട്സ് നിരത്തിയിട്ടുള്ള അതേ സെയിം കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുന്നത്. പക്ഷെ ഇത് യാച്ച് എന്ന പേരിലാണ് മാത്രം. അപ്പോൾ ഞങ്ങൾക്ക് യാച്ചിൽ കയറിയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളെടുത്ത് അപ്പർ ഡെക്കിലിരിക്കാൻ പറഞ്ഞു, താഴത്ത് വേറെ ആൾക്കാരുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ അപ്പോൾ ഓൾറെഡി നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ചയാവാറായി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് നമ്മൾ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു ബൊഫേ ടൈപ്പ് ഒരു സിസ്റ്റം. So we'll have lunch out here. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അപ്പർ ഡെക്കിലുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഓരോ ടീമുകൾ ഓരോരോ ടേബിളിലാണ് ഇരുത്തുന്നത്. ഇതൊരു ചായയാണ് കേട്ടോ അവരുടെ, ഒരു ഗ്രീൻ ടീ പോലെ. അവർ എപ്പോഴും ചായ തണുപ്പിച്ചാണ് കുടിക്കുക. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് വിയറ്റ്നാമീസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വേറെ ഭാഗത്തു നിന്നുള്ള വിയറ്റ്നാമീസ് ആണെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് അറിയാത്ത കാരണം പിന്നെ നമ്മൾ കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചളാക്കുന്നൊന്നുമില്ല. സോ കൂടെ തന്നെ വേറെ ഇവിടെ നിന്ന് വരുന്ന, ഇന്ത്യയിൽ നിന്ന് വരുന്ന വേറെ ബസ്സുകളിൽ നിന്നുള്ള വേറെ. നീ ഒന്നും പണയണ്ട. അപ്പോൾ നാമോ ഒന്ന് ഇനി പോകാനുള്ള ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലഞ്ച്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ചെമ്മീൻ പുഴുങ്ങിയത്, അതുപോലെ തന്നെ ഒരു കക്കയുടെ സൂപ്പ്, അതുപോലെ തന്നെ അതിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് കക്ക എടുത്ത് കഴിക്കാം. അപ്പോൾ മീൻ ടൈം ബാക്കിയുള്ള കാര്യങ്ങൾ വന്നു കേട്ടോ. ചിക്കൻ, മീൻ എല്ലാം വന്നു കേട്ടോ. നമ്മളത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള പാട്ട്. നമുക്ക് അവരുടെ മുന്നിൽ വെച്ച് ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കക്കയുടെ ഉള്ളിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള മസിലെടുത്ത് കഴിക്കുന്നതായിരുന്നു കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക്. അപ്പം ഇതിൻ്റെ വിജയനും ഓൾറെഡി ഇത് വെച്ച് കഴിക്കാറാണ്. ഞാനാണ് പെട്ടുപോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മീൻ കൊണ്ടുവച്ചു, അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടുവച്ചു, പിന്നെ വെജിറ്റബിൾ കൊണ്ടുവച്ചു. അപ്പോൾ ചോപ്സ്റ്റിക്ക് വെച്ച് അവർ കഴിക്കാൻ ഓൾറെഡി എക്സ്പേർട്സ് ആയിരുന്നു. ഞാനാണ് കുറച്ച് ബുദ്ധിമുട്ടിയത്, നല്ല പോലെ ബുദ്ധിമുട്ടി. ഞാൻ ടീസ്പൂണും ഫോക്കും വെച്ച് മാത്രമാണ് കഴിച്ചത്. നല്ല പോലെ ബുദ്ധിമുട്ടി. ഞാൻ ടീസ്പൂണും ഫോക്കും വെച്ച് മാത്രമാണ് കഴിച്ചത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ വിളിച്ചിട്ട് അവർ പറഞ്ഞു കേട്ടോ ഷൂട്ട് ചെയ്തോളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണം കേട്ടോ.
അവരെന്തോ പേര് അതിന് പറഞ്ഞു, എന്തോ എന്തോ ലവ് ബേർഡ്സോ അങ്ങനെ എന്തോ നീ ഒന്നും പണയണ്ട എടാ. പറഞ്ഞ 2 ലൈം സ്റ്റോണിൻ്റെ മല അങ്ങനെ നിൽക്കുന്നതിന് ഒരു എന്തോ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ പറഞ്ഞു. നമുക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളത് ഷൂട്ട് ചെയ്തു. നമ്മുടെ കൂടെ തന്നെ എല്ലാ വിദേശികളും വന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ ആ ഒരു വ്യൂ. എന്തിനാണെന്നറിയാണ്ട് ഇതിനെ വന്ന് ഷൂട്ട് ചെയ്ത കേട്ടോ. പക്ഷേ ഈ ക്രൂസ് ഷിപ്പിന് 3 ഫ്ലോർ ഉണ്ട് കേട്ടോ. ഇതിന് മുകളിലും കുറച്ച് ഉണ്ട്, ഒരു വ്യൂ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ അവർ നീരാളി കൊണ്ടുവച്ചു കേട്ടോ. നീരാളിയുടെ ഒരു ഐറ്റമാണ് ഇത് കാണുന്നത്. നീരാളി ഞാൻ കഴിച്ചു നോക്കി. അതൊരു റബ്ബറി ആയിട്ടുള്ള നമ്മുടെ ഒരു സ്കിഡ് കഴിക്കുന്ന അതേ ഒരു ഫീലാണ് നീരാളി കഴിച്ചപ്പോൾ. കുറച്ച് റബ്ബറിയാണ്, അതുപോലെ നമുക്ക് ഫിഷിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു നീരാളി കഴിക്കുമ്പോൾ. എനിക്കത് പേഴ്സണലി തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ഒരു ബൈറ്റ് മാത്രമേ എടുത്തുള്ളൂ, ഞാൻ പിന്നെ നീരാളി എടുത്തില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ഫിഷാണ്. അപ്പോൾ നമ്മൾ ഇത് ചുറ്റി കാണാൻ നടക്കുകയാണ് കേട്ടോ, അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സൈഡിലുള്ള പോർഷൻ. അപ്പോൾ സൈഡിലുള്ള പോർഷൻ വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ അത് നമ്മൾ അപ്പർ ഡെക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പർ ഡെക്കിൽ ഉള്ള കാഴ്ചകൾ നമുക്കിനി പോയിട്ട് കാണാം. അപ്പർ ഡെക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ്സ് ആണ്. അവർക്ക് വെയിൽ കൊള്ളുക അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് കേട്ടോ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ക്രൂയിസ് ഉച്ച തൊട്ട് വൈകിട്ട് വരെയാണ്. പക്ഷേ ഇതിൽ കൂടുതൽ നേരെ ഈ ക്രൂയിസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ സൺബാത്ത് ചെയ്യാനും അതുപോലെ തന്നെ ജക്കൂസി യൂസ് ചെയ്യാനും ഉള്ള ഇതുണ്ട് കേട്ടോ, പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു $45 ഒരു ക്രൂയിസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പെർ പേഴ്സൺ $45, അപ്രോക്സിമേറ്റ്ലി ഒരു 4000 സംതിങ് വരും കേട്ടോ ഒരു ഫുൾ ഡേ ക്രൂയിസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ അത് വെർത്താണ് കേട്ടോ. നമ്മൾ ആ പൈസ കൊടുത്തത് നമുക്ക് ഒരു റുപ്പി പോലും നമുക്കത് വേസ്റ്റായിട്ട് തോന്നിയില്ല. നീ കണ്ണടയാണ് മാറ്റിട്ട് നോക്കി കഴിഞ്ഞ് ഇത് എന്താ യുനെസ്കോ യുനെസ്കോ ഹെറിറ്റേജ് സാധനം. എന്നാ മോനെ ഇതെന്താ ഇങ്ങനെ പണ്ട് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ റീച്ച് ആയിട്ടോ. ഇതൊരു ബോട്ടിൽ നമ്മൾ ഈ ലൈംസ്റ്റോണിൻ്റെ കേവിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അത് പോകുന്നതാണ് ആൾക്കാർ. അപ്പോൾ 2 ഇതിൽ ചൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് ഈ ഫൈബർ ബോട്ടിൽ കയറിയിട്ട് പോകാം, അതിൽ ആൾക്കാർ തുഴയാൻ ആൾക്കാരുണ്ടായിരിക്കും. 2 നമുക്ക് കയാക്കിങ് ചെയ്ത് പോകാം. അപ്പോൾ കയാക്കിങ് ചെയ്യാൻ എനിക്കറിയില്ല, പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ ഫൈബർ ബോട്ടിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇതിന് ബിജോയും കയാക്കിങ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ്. നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഗൈഡ് ആ ടൈമിൽ നമുക്ക് ടിക്കറ്റ് തന്നു. അപ്പോൾ നമ്മൾ കയറിയിരിക്കുക, പോവാത്തൊരു പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ കൂട്ടാണ്ട് അവർ പോവാണ്. അപ്പോൾ ഞാൻ കയറാൻ നോക്കിയപ്പോൾ അവർ സമ്മതിച്ചില്ല, അതിൽ വെയിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് ഓൾറെഡി കയറിയിട്ടുള്ള ആർക്കോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ തിരിച്ച് കയറ്റി കേട്ടോ. അപ്പോൾ അപ്പോൾ കൂടുതൽ നമ്മളുടെ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് തുഴഞ്ഞ് ആ ഇതിലേക്ക് നമ്മൾ പോവും. അപ്പോൾ ഇരിക്കുന്നതാണ് നമ്മുടെ കൊളീഗ്സ്. ആ ഇരിക്കുന്നതാണ് കേട്ടോ ലൂയിസ്. അപ്പോൾ ലൂയിസ് നമ്മളവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ആൾ പാരീസിൽ നിന്നാണ്. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ. പുള്ളിക്കാരൻ ഹായൊക്കെ തരുന്നുണ്ട്. അപ്പം ഇത് ഡേഞ്ചറസ് ഒന്നുമല്ല, പക്ഷേ ഈ തുഴയുന്ന ലേഡിക്ക് ഭയങ്കര ബാലൻസ് വേണം കേട്ടോ. അതൊരു ഫുള്ള് ബാലൻസിൻ്റെ ഒരു കളിയാണ്. നമ്മുടെ നാട്ടിലെ വഞ്ചി പോലെ അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. ഇതിലൊരു ഫുള്ള് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഒരു ബാലൻസിൻ്റെ ഒരു കളി തോന്നി. ഇപ്പോൾ ആളുകളൊക്കെ കയാക്കിങ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ് കേട്ടോ. നമ്മൾ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്.
കയാക്കിങ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് തോന്നി. പക്ഷേ അവിടെ പോയിട്ട് വെള്ളത്തിൽ വീഴാനുള്ളൊരു ബുദ്ധിമുട്ടുള്ള ആരാണ് ഞാൻ പോകാഞ്ഞത്. പിന്നെ എനിക്ക് നീന്താനും അറിയില്ല, പിന്നെ കയ്യിൽ ഇലക്ട്രോണിക് ആയിട്ട് ഉണ്ട്. മൊത്തത്തിൽ പേടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കടന്നിട്ട് നമ്മൾ ആ ഒരു ലൈറ്റിന്ന് ഇത് കാണുമ്പോൾ നമുക്ക് ഗംഭീര ഒരു വ്യൂ ആണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ അത് നമുക്ക് മനസ്സിലാവില്ല. ഇത് എല്ലാവരും അവിടെ ഹായ് കാണിക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഇരിക്കുന്നത് നേഹയാണ്, പുള്ളി അടുത്ത് ഡൽഹിയിൽ നിന്നാണ് കേട്ടോ. ഞാൻ അപ്പോഴാണ് പരിചയപ്പെട്ടത്. കേരള. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്, കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. അപ്പോൾ ഈ വ്യൂ നമുക്ക് എത്ര ഇതിൽ എന്താ പറയുക, മൊബൈലിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സിസ്റ്റത്തിലിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ പോയാൽ തന്നെയാണ് അതിൻ്റെ ഒരു ഭീകരത അല്ലെങ്കിൽ വിശാലത നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അത് എത്ര വലുതാണെന്നുള്ളൊരു കാര്യം. നമ്മുടെ ഇതുപോലെ കയാക്കിങ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ വണ്ടി ഇതിൽ ബോട്ടിലൊക്കെ വന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ബിജോയിന് കാണാനില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്പ്ലിറ്റായി പോയി, എവിടെയെന്ന് കണ്ടില്ല. അപ്പോൾ എനിക്ക് ഇവർ വിളിച്ച് കാണിച്ചു തരാണ് ചെയ്തത്. That's your friend? Yeah. But they're doing like a pro. How come? They learned right now? Might be. ഇവർ രണ്ടാൾക്കാരും അവിടെ നിന്ന് തുഴഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അവർക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. രണ്ടെണ്ണം ചിരിച്ചിട്ട് വരുന്നുണ്ട് അകലേന്ന്. നേഹ പറയുന്നു കേട്ടോ, അവർ നല്ല പ്രോ പോലെ തുഴയുന്നുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ അവരും പറഞ്ഞു അവർ മുന്നേ എവിടെ പോയിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തുഴയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് റാൻഡം ഷോർട്സാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർ പറയാണ് അകലെ നിന്ന് ഫോട്ടോ എടുക്കുക, അവർ തുഴഞ്ഞു വരുന്നത് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം സന്തോഷിച്ചെങ്കിലും പിന്നീട് എൻ്റെ കൂടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് വിഷമമായി കേട്ടോ കയാക്കിങ്ങിന് പോയത്. ആ വിഷമത്തിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. Now they're coming down. അങ്ങോട്ട് പോകണം, കാണാൻ. हमला भी कर सकते हैं भाई. അപ്പോൾ അത് ഇവിടെ വേറൊരു ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയാണ് കേട്ടോ. അവർ കയ്യിൽ ഇവരുടെ ഈ തുഴയുന്ന ലേഡിയുടെ കയ്യിൽ ഒരു കൊട്ട പഴം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവരെടുത്ത് വെച്ചുള്ള പഴമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ വരുമ്പോൾ അവിടെ കുരങ്ങന്മാർക്ക് ഒരു പഴം ഇട്ട് കൊടുക്കും, ഈ തോണി തുഴയുന്ന ആളുകൾ. അപ്പോൾ ഈ പഴം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് വീഴുമ്പോൾ ഈ കുരങ്ങന്മാരും ഇതിലേക്ക് ചാടിയിട്ട് ആ പഴം എടുക്കും. എങ്ങനെയാണ് കുരങ്ങന്മാരോട് വന്ന് പെട്ടെന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചില്ല. കാരണം ഇതുപോലെ യൂണീക്കായിട്ട് കടലിന് നടുക്കുള്ളൊരു സ്പേസിൽ കുരങ്ങന്മാരങ്ങനെ വന്ന് പെട്ടു എന്നുള്ള ഒരു കാര്യം അറിയില്ല. ഇതിൻ്റെ നേരം മല സ്റ്റീപ്പായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോവാണ്. അതിൻ്റെ ഉള്ളിൽ കുരങ്ങന്മാരൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാഴ്ച കാണാനാണ് എല്ലാവരും വണ്ടി നിർത്തിയത്. അപ്പോൾ നേഹ ഡൽഹിയിൽ സ്ഥിരമായിട്ട് കുരങ്ങന്മാരെ കാണുന്നതാണ്. ഇത് എന്തിനാണ് ഇത്ര ഇതിൽ സന്തോഷിക്കുക എന്നുള്ളൊരു കാര്യമാണ് നേഹ അവിടെ നിന്ന് ചോദിക്കേണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹി വന്നാൽ മതി, നമ്മൾ ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കാണിച്ചു തരാമെന്ന്. കാരണം ഡൽഹിയിലൊക്കെ ഇത് പതിവ് കാഴ്ചയാണ്, നമുക്കറിയാം. അവിടെ സിറ്റിയിലെ ഔട്ട്സ്കേർട്സിലും ധാരാളം കുരങ്ങന്മാർ ഉണ്ട്. പക്ഷേ ഫോറിനേഴ്സിന് ഇതൊക്കെ ഒരു കൗതുകരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കുരങ്ങന്മാരെ കാണുന്നത്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ, മത്തയ്ക്ക പോലെ. സോറി. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ? നമ്മുടെ വണ്ടിയിലേക്ക് വേറൊരു കയാക്കിങ് അവർ പെട്ടെന്ന് കണ്ടില്ല തോന്നുന്നുണ്ട്, നേരെ വന്ന് ഇടിച്ചേട്ടോ വണ്ടിയുടെ ഉള്ളിലേക്ക്. അപ്പോൾ കയാക്കിങ് കഴിഞ്ഞു, നമ്മൾ തിരിച്ച് പോവാണ്. ഇതിലും ബിജോയ് എവിടെയാണെന്നറിയില്ല, തുഴഞ്ഞ് എവിടേക്കോ പോകണ്ടായിരുന്നു. അപ്പോൾ അവർ കയാക്കിങ് കഴിഞ്ഞിട്ട് നേരെ അവിടെ എത്തിയേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്വദേശികളുണ്ട് കേട്ടോ കുറേ ആൾക്കാർ, ഇതുപോലെ വിസിറ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ. നമ്മളെ പോലെ തന്നെ ഈ ഈ കൺട്രിയുടെ പല ഭാഗത്തുള്ള ആൾക്കാരും. നീ ഒന്നും പണയണ്ട. നേറ്റീവ് ടൂറിസ്റ്റുകളും വരുന്നുണ്ട് കേട്ടോ അവിടെ. അവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് എക്സൈറ്റഡ് ആവാണ് കേട്ടോ. എൻ്റെ കൂടെ എക്സൈറ്റ് ചെയ്യാനുള്ള ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇല്ല.
അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു കേട്ടോ. മലയുടെ മുകൾ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ കാണിക്കുന്നത്. ബാക്കിൽ ലൂയിസിരുന്ന് ഹായ് കാണിക്കുന്നുണ്ട്, ലൂയിസിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ലൂയിസിന് വീഡിയോ അയച്ചു കൊടുക്കാം. അത് അവരവിടെ എത്തി കേട്ടോ, നിതിൻ വിജയ് അവിടെ എത്തി. ഞങ്ങളവിടെ തുഴഞ്ഞ് എത്തണുള്ളൂ. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി എത്ര അവർ എക്സൈറ്റഡ് ആയിട്ടില്ല തോന്നുന്നുണ്ട്. തുഴഞ്ഞ് പട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ താഴത്തെ ഡെക്കിലുള്ള കാഴ്ച. അവർ പല തരത്തിലുള്ള മദ്യക്കുപ്പികളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതൊരു ചോദിക്കുന്നതനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്ടെയിൽ തരും. അത് നമ്മൾ ആകെ ക്ഷീണിച്ചു. അവിടെ പോയി വന്നപ്പോഴും കുറച്ച് വെയിലുണ്ടായിരുന്നെങ്കിലും ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ ഒരു ചൂട് ആ ടൈമിൽ. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ട് ടവൽ കൊണ്ടുവന്നു. നമ്മളത് മുഖത്തിട്ടിട്ട് അവിടെ ഇരുന്നു കേട്ടോ.